ദിനങ്ങൾ. ഒരു പോരാളി, ഇസ്ലാമിന് വേണ്ടി പോരടിക്കാൻ പോയ ഒരു പോരാളി അവരുടെ കൂട്ടത്തിലെ ഒരു സ്ത്രീയെ കാണുന്നു. അയാൾ ചോദിക്കുന്നു, കൈഫ അസ്ലുക്കി, ഞാൻ എങ്ങനെ നിന്നിലേക്ക് എത്തിച്ചേരും? അപ്പോൾ ആ സ്ത്രീ കൊടുത്ത ഉത്തരം, അൻ തതനസ്സറ വ അൻ തസ്അദ ഇലയ്യ, നീ ക്രൈസ്തവ മതം സ്വീകരിക്കുകയും എൻ്റെ അടുത്തേക്ക് കയറി വരികയും ചെയ്യണം. ഉടനെ അയാളത് ചെയ്തു എന്നാണ്. അപ്പം അദ്ദേഹത്തെ നന്നായി അറിയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മമിത്രങ്ങൾ പിന്നീടൊരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഓ മനുഷ്യ, കൈഫ സലാത്തുക് വ കൈഫ ഖുർആനുക്, നിന്റെ നിസ്കാരത്തിനൊക്കെ എന്ത് പറ്റി? നീ എങ്ങനെ നിസ്കരിച്ചിരുന്ന ആളാണ്? നിന്റെ ഖുർആനൊക്കെ പൂർണ്ണമായും ഹിഫ്ളുള്ള ഒരാളായിരുന്നു നീ, നിന്റെ ഖുർആനിനൊക്കെ ഇപ്പോൾ എന്തു പറ്റി? നിന്റെ ഉള്ളിലെ വിശ്വാസത്തിന് എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നിരാശയോടുകൂടെ അയാൾ ഉത്തരം പറഞ്ഞു എന്നാണ്, എനിക്കിപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് മാത്രമേ ഓർമ്മയുള്ളൂ, സൂറത്തുൽ ഫാത്തിഹ മുതലെല്ലാം ഞാൻ മറന്നുപോയി. റുബ്ബമാ യവദ്ദുല്ലദീന കഫറു, വിശ്വാസികൾ ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കും, ഞങ്ങൾ റുബ്ബമാ യവദ്ദുല്ലദീന കഫറു, അവിശ്വാസികൾ പലപ്പോഴും ഇങ്ങനെ കൊതിക്കും, ഞാൻ മുസ്ലിമായെങ്കിൽ എന്നിങ്ങനെ കൊതിക്കും. പക്ഷെ അവർക്ക് പറ്റൂല. അവരുടെ ചെയ്തികളും അവരുടെ ദ്രോഹങ്ങളും അവരുടെ തിന്മകളും കാരണം അവർക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു മനോനിലയിലേക്ക് അവരെത്തിയിട്ടുണ്ടാകും എന്ന ഖുർആനിലെ ആയത്ത് മാത്രമേ ഇപ്പോൾ എനിക്ക് ഓർമ്മയുള്ളൂ എന്നാണ്. ഞാൻ ഈ ചരിത്രം ഇവിടെ ഉദ്ധരിച്ചത്, ഒരധ്വാനവും ഇല്ലാതെ ഇസ്ലാമിൻ്റെ വെളിച്ചം ലഭിച്ച ആളുകളാണ് നമ്മൾ. ജന്മന മുസ്ലിങ്ങളാണ്. ഇസ്ലാം ഉൾക്കൊള്ളാനും അത് ആചരിക്കാനും അത് സ്വീകരിക്കാനും വേണ്ടി ജീവത്യാഗങ്ങൾ നടത്തിയ മനുഷ്യർ ചരിത്രത്തിലുടനീളമുണ്ട്, അതിപ്പോഴും തുടരുന്നുണ്ട്. ഉൾക്കൊണ്ട വിശ്വാസം അത് പ്രകടിപ്പിക്കാനുള്ള അവകാശം ഇല്ലാതെ ഭയത്തോടുകൂടെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു ദിവസം ഇസ്ലാം നന്മയാണെന്നും വെളിച്ചമാണെന്നും അറിയുമ്പോൾ ആ വഴിയിൽ പ്രവേശിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും ഈ സത്യപാതയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് അത്രമാത്രം മഹത്തരവും പ്രിയപ്പെട്ടതും ഏറെ മനസ്സിന് കുളിർമ നൽകുന്ന, തണുപ്പ് നൽകുന്ന ഒരാശയമായി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആത്മഹത്യാ മുനമ്പകളിൽ നിന്ന് ആശ്വാസതീരം തേടുന്ന ആയിരങ്ങൾ ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, ഇസ്ലാമാണ് ലോകത്തിലെ ഏറ്റവും വേഗതയാർന്ന മതം എന്ന് ഗൂഗിൾ ഇമേജ് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാഫ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിൽ ഈ ഒരുപാട് അധ്വാനങ്ങളില്ലാതെ നമുക്ക് കിട്ടിയ ഈ വെളിച്ചം, നമുക്ക് ബോധ്യപ്പെട്ട ഈ വെളിച്ചം, അതിൽ തന്നെയായി മരിക്കുക എന്നുള്ളത് ജീവിതത്തിലെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമായി കരുതുന്ന ഒരു കാര്യമാണ്. എന്നാൽ സഹോദരന്മാരെ, അതങ്ങനെ തന്നെ മരിക്കുമോ? അതല്ലെങ്കിൽ അതിനു വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്നത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഏറ്റവും പ്രസക്തമായൊരു ചോദ്യമാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ മരണത്തിൻ്റെ നിമിഷത്തെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഏറെ ഭീതിയോടെ ഏറെ പേടിയോടെ നമ്മൾ വായിക്കേണ്ട ഒന്നാണ്. ആരാ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. നമുക്കൊക്കെ അറിയാം, ചരിത്രത്തിൽ അദ്ദേഹം കാണിച്ച ആദർശ ധീരത. ഞാൻ എൻ്റെ ഖുത്ബയിൽ ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിലും വരുന്ന ഒരു വാചകമാണത്, ഒരു സംഭവമാണത്. നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിലും എന്തായാലും നമ്മൾ പറഞ്ഞു പോകുന്ന ചില കാര്യം ഉണ്ടാവും, നമ്മുടെ ഉള്ളിൽ അത്രയും തട്ടിയ സ്വാധീനിച്ചൊരു കാര്യം. അദ്ദേഹത്തെ ക്രൂരമായി പീഡിപ്പിച്ചു, ദ്രോഹിച്ചു, ചാട്ടവാറടികൾക്ക് വിധേയമാക്കി, ഒരു മഹാപണ്ഡിതനെ പൊതു ഇടത്തിൽ അത്രയും ക്രൂരമായി വേട്ടയാടി, അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയ വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ മരണത്തിൻ്റെ നിമിഷങ്ങളിൽ, മരണത്തിലേക്ക് താൻ ഇങ്ങനെ പോകുന്നു എന്നറിയുന്ന നിമിഷങ്ങളിൽ തൻ്റെ ശിഷ്യഗണങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നിടത്ത് അദ്ദേഹം ഇങ്ങനെ പറയാം, ബഅുത് ബഅുത്, ദൂരെ പോ എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കൊക്കെ സംശയം, ഞങ്ങളോട് പോകാനാണോ പറയണത് ഷേഖ്, എന്താണ്? അപ്പോൾ ചോദിച്ചു, നിങ്ങളെന്താ ഉദ്ദേശിച്ചത്? അപ്പോൾ അദ്ദേഹം പറയാം, എൻ്റെ അടുത്ത് ശൈത്താൻ വന്നിട്ട് എന്നോട് പറയാം, ഫത്തന്നി അഹ്മദേ, നീ എന്നെ പറ്റിച്ചു. ശൈത്താൻ എന്നുള്ള നിലയ്ക്ക് എനിക്കുള്ള ഡ്യൂട്ടി നിന്നെ കുഴപ്പത്തിലാക്കലായിരുന്നു, പക്ഷെ നീ എന്നെ കുഴപ്പത്തിലാക്കി, എനിക്ക് നിന്നെ തൊടാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം പറയാം, ബഅുദ്, നീ ദൂരെ പോ, നിന്നിൽ നിന്നുള്ള ഫിത്നകളിൽ നിന്ന് ഞാൻ ഇപ്പോഴും സുരക്ഷിതനല്ല. ഈ മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും ഞാൻ സുരക്ഷിതനല്ല. ഞാൻ ഈ തൗഹീദിലായി, അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ പൂർണ്ണതയിലായി ഞാൻ മരിക്കണമെങ്കിൽ നീ എൻ്റെ അടുത്ത് അടുക്കരുത്.
നീ എൻ്റെ അടുത്ത് അടുക്കാതിരിക്കണം എന്ന് ആരാ പറയണ അറിയോ? ഇമാമു തൗഹീദാ പറയണേ, ഇമാമു സുന്നയാണ് പറയണത്. ഇമാമു സുന്ന, അഹ്ലുസുന്നയുടെ ഇമാം എന്ന് അപരനാമമുള്ള ഇമാമു തൗഹീദ്, തൗഹീദിന്റെ ഇമാം എന്ന അപരനാമമുള്ള മഹാപണ്ഡിതനാ പറയണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ഹദീസ് കൂടി ചേർത്ത് വായിക്കണം. യുസ്ബിഹുർ റജുലു മുഅ്മിനൻ, രാവിലെ ഒരാൾ വിശ്വാസിയാകും, വയുംസി കാഫിറ, വൈകുന്നേരം അയാൾ കാഫിറായിട്ടുണ്ടാകും, അയാൾ എന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു വ്യക്തി അയാൾ വൈകുന്നേരം മുഅ്മിനായിരിക്കും, രാവിലെ കാഫിറാകും, രാവിലെ മുഅ്മിനായിരിക്കും, വൈകുന്നേരം കാഫിറാകും. തഹജ്ജുദ് ഉണ്ടാകും, നിസ്കാരം ഉണ്ടാകും, നോമ്പുണ്ടാകും, സദഖ കൊടുക്കുന്നുണ്ടാകും, മാസാമാസം എന്തൊക്കെയോ ഫണ്ട് ചെയ്യുന്നുണ്ടാകും. പക്ഷെ അള്ളാഹുവിൻ്റെ അടുത്ത് അവൻ കാഫിറായി പോവുക, അള്ളാഹുവിൻ്റെ അടുത്ത് അവൻ കാഫിറായി പോവുക. അതിന് കൂടുതൽ സാധ്യതയുള്ളൊരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ജീവിക്കുന്നത് അതിനിന്ന് കൂടുതൽ സാധ്യതയുള്ളൊരു കാലത്താണ്. കാരണം കുഫർ എന്ന് പറയുന്നത്, കുഫർ നിഷേധം എന്ന് പറയുന്നത്, അത് പൂർണ്ണമായ നിഷേധം മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. എന്താ? ഖുർആൻ അള്ളാഹിൻ്റെ അടുത്ത് നിന്നുള്ളതല്ല എന്നാണ് വിശ്വസിക്കുക, പ്രവാചകൻ അള്ളാഹുവിൻ്റെ റസൂൽ അല്ല എന്നാണ് വിശ്വസിക്കുക. അപ്പം മാത്രമേ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുള്ളൂ. നിങ്ങൾ എന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നത്തെ വിഷയം വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ ഇന്നത്തെ വിഷയത്തിനൊരു ഗ്രാഹ്യത ഉണ്ടാവുകയുള്ളൂ. ശൈത്താൻ സമ്മതിക്കില്ല ഇന്നത്തെ വിഷയം കേൾക്കാൻ. നോക്കൂ, നിങ്ങൾ എന്താ, ഖുർആൻ്റെ ഒരു പ്രയോഗമുണ്ട്, ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഈ ആയത്ത് അറിയാത്ത ആരാളുള്ളത്? ഈ ആയത്ത് സ്ഥിരമായിട്ട് ഓട്ടോ പ്ലേ ആയിട്ട് വരുന്ന സൂറത്താണ് ഇതൊക്കെ. നമ്മളിങ്ങനെ കൈയ്യട്ടി അപ്പഴും വരും ചില സൂറത്ത്, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകില്ല അല്ലേ? ഓട്ടോ പ്ലേ ആയിട്ട് വരുന്ന സൂറത്താണ്. പക്ഷെ ഈ ആയത്തിന്റെ അർത്ഥം നമുക്കറിയോ? ഈ ആയത്തിന്റെ അർത്ഥം നമുക്കറിയാം. എന്താ? ഇസ്ലാമിൽ വേണ്ടി അത്യധ്വാനം ചെയ്തിട്ട് പിന്നെ തസ്ലാൻ അറൻഹാമിയ നരകത്തേക്ക് പോവുക. അതാ വിഷയം. ഇസ്ലാമാന്ന് വിചാരിച്ചിട്ട് കുറേ കാര്യം ചെയ്യുക, എന്നിട്ട് അവസാനം നരകത്തേക്ക് പോവുക. അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇഴകീറി പരിശോധിക്കണം. ഇഴകീറി പരിശോധിക്കാത്തവർക്ക്, ഇഴകീറി പരിശോധിക്കാൻ പേടിയാണ് മനുഷ്യന്മാർക്ക്. നിലനിൽക്കുന്ന വിശ്വാസങ്ങളെയും കൊണ്ടു നടക്കുന്ന അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയൊക്കെ ഇഴകീറി പരിശോധിക്കാൻ പേടിയാ. എന്താ? ഇത്രയും കാലം ഉൾക്കൊണ്ടതും സ്വീകരിച്ചതും ആചരിച്ചതുമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ പരിക്കുകളുണ്ട്, കുറേ ചോദ്യങ്ങളുണ്ട്, കുറേ ഭയങ്ങളുണ്ട്, കുറേ ടാഗുകളുണ്ട്, കുറേ വിളിപ്പേരുകളുണ്ട്. അതിലേക്ക് മാറ്റപ്പെടുമെന്നുള്ള പേടിയാ. ആ പേടി നമ്മൾ അഴിച്ചു വെക്കണം സഹോദരന്മാരെ. കാരണം എന്താ അറിയോ? ഖുർആനിലെ ഒരു സൂറത്തുണ്ട്, സൂറത്തു നബ, അമ്മയത്താലു എന്ന് പറയുന്ന സൂറത്ത്. അതിന്റെ അവസാനത്തിൽ വല്ലാത്തൊരു ആയത്തുകൾ കാണാം. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅനാബ വകവാഇബ അത്റാബ വകഅസൻ ദിഹാഖ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ. വല്ലാത്ത പ്രയോഗമാണത്. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ട വിധം ജീവിച്ച ആളുകൾക്ക് ഇന്നലിൽ മുത്തഖീന മഫാസ, അവർക്ക് വിജയമുണ്ട്. ഇവിടെ കാണുന്നതൊന്നല്ല വിജയം. യഥാർത്ഥ വിജയം എന്താ അറിയോ? മലക്കുകൾ ഇങ്ങനെ വന്ന് തലക്കുമ്പർത്തിരിക്കുമ്പോൾ ഐശുവിലാണെങ്കിലും വണ്ടിന്റെ ചക്രത്തിന്റെ താഴെയാണെങ്കിലും പ്രളയജലങ്ങളുടെ മഹാ ഒഴുക്കിലാണെങ്കിലും ഇനി ആരും അറിയാതെ സ്വന്തം റൂമിൽ ഒറ്റക്ക് മരിച്ചങ്ങനെ 3 ദിവസത്തിന് ശേഷം മാത്രം ജനമറിയുന്ന മരണമാണെങ്കിലും എവിടെയാണെങ്കിലും മുത്തഖീങ്ങൾക്ക് വിജയമുണ്ട്. അവർക്കവിടെ സ്വർഗമുണ്ട്, അരുവികളുണ്ട്, അവർക്കവിടെ ഇണകളുണ്ട്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ. അവരവിടെ വേണ്ടാത്തതൊന്നും കേൾക്കില്ല. ഒരു ആക്ഷേപവും കേൾക്കാത്തൊരു സ്വർഗമുണ്ട്. ഒരു കള്ള ആരോപണങ്ങളും കേൾക്കാത്തൊരു സ്വർഗമുണ്ട്. വിശ്വാസത്തിന്റെ പേരിൽ, നിലപാടിന്റെ പേരിൽ ചിലപ്പോൾ പല ഇരട്ടപ്പേരും വരും, പല ആക്ഷേപം വരും. അതൊന്നും കിട്ടാത്തൊരു സ്വർഗമുണ്ട് എന്നാണ്. നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞാൽ പുതിയൊരു കാലത്ത് അതിജീവനം വലിയ വിഷയമാണ്. ഇസ്ലാമിലെ ഓരോ ചിഹ്നങ്ങളും ഓരോ അടയാളങ്ങളും ഇങ്ങനെ തീവ്രവാദത്തിന്റെ അടയാളങ്ങളായി വിശദീകരിക്കപ്പെടുന്ന കാലത്ത് അതിജീവനം വലിയ പ്രശ്നമാണ്. നമ്മൾ നമ്മുടെ ചിഹ്നങ്ങളും നമ്മുടെ നിലപാടുകളും പതിയെ അഴിച്ചു വെക്കും. 2 കാര്യം ഉണ്ടാകുക. 2 കാര്യം. ഒന്ന്, ഈ ചിഹ്നങ്ങളും ഇതും ഇങ്ങനെ സൂക്ഷിച്ച് ഇത് പരിപാലിക്കാൻ വേണ്ടിയിട്ട് പൊതു ഇടങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ചുരുങ്ങിയിട്ട് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ചുരുക്കത്തിലേക്ക് എത്തിയിട്ട് അവൻ ഒറ്റക്ക് ഇങ്ങനെ ജീവിക്കും. അവൻ അയൽപ്പക്കത്തോട് ബന്ധമുണ്ടാവില്ല, അവന് സമൂഹത്തോട് ബന്ധമുണ്ടാവില്ല, ആരോടും ബന്ധമുണ്ടാവില്ല. അപ്പൊ ശത്രു ആഗ്രഹിച്ചത് നടക്കും. അവൻ വിചാരിക്കണം എന്താ, 24 മണിക്കൂർ ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നാൽ മതി എന്നാ. അള്ളാന്റെ റസൂൽ അങ്ങനെ ഇരുന്നിട്ടില്ല. റസൂൽ ഇരിക്കേണ്ട നേരത്തെ ഇരുന്നിട്ടുണ്ട്, ഇടപെടേണ്ട അടുത്ത് ഇടപെട്ടിട്ടുണ്ട്. അഫ്ളലുൽ മുഅ്മിൻ ആരാന്ന് ചോദിച്ചപ്പോ അല്ലദീ യുഖാലിതുന്നാസ് വയസ്ബിറു അലാ അദാഹും. അതാ റസൂൽ പഠിപ്പിച്ച്. അല്ലദീ യുഖാലിതുന്നാസ്, പൊതു ഇടത്തിൽ അയാൾ ജീവിക്കും. എല്ലാ തിന്മകൾക്കും അധർമ്മങ്ങൾക്കും മധ്യത്തിൽ ജീവിക്കുമ്പോഴും ആ തിന്മകളും അധർമ്മങ്ങളും ഒന്നും തന്നെ ബാധിക്കാതെ ജീവിക്കാൻ പഠിച്ച വ്യക്തി എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച്. അയാൾ കച്ചവടം ചെയ്യും. എന്താ, എല്ലാ കച്ചവടം അവസാനിപ്പിച്ചിട്ട് ഉള്ള പൈസ കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാന്നൊന്നുമല്ല. അയാൾ കച്ചവടം ചെയ്യും.
കച്ചവടം ചെയ്യുമ്പോഴും അയാൾ ഫറലുകളൊന്നും നഷ്ടപ്പെടുത്തൂല. അതിനനുസരിച്ച് അയാളുടെ കച്ചവടത്തിന് പ്ലാൻ ഉണ്ടാകും. എടുക്കേണ്ട സുന്നത്തുകളൊക്കെ എടുക്കും. അപ്പൊ പടച്ചോൻ സമയത്തിൽ വിശാലത കൊടുക്കും. അയാൾ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിപ്പോരുന്നല്ല, അയാൾ ഉള്ള രാഷ്ട്രീയത്തിന്, നന്മയുള്ള രാഷ്ട്രീയത്തിന്റെ പുതിയ ഇടം അയാൾ സൃഷ്ടിക്കും. മുൻഗാമികൾ നടന്ന വഴിയിൽ അയാൾ നടക്കും. രാത്രി മുഴുവൻ ഖുർആൻ പരിഭാഷ എഴുതി, പകലാകുമ്പോ ഗാന്ധിജിയുടെ കൂടെ സമരപ്പന്തലിൽ പോയി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് പോരാടിയ മഹാരഥന്മാർ ജീവിച്ച മണ്ണാണിത്. ആ സ്വരത്തിലേക്കും ആ ഭാവത്തിലേക്കും അയാൾ പോകും. അങ്ങനത്തെ വിശ്വാസിനെയാണ് ഇവിടെ ആവശ്യം. എന്താ ഉൾവലിയാത്ത, ഉപേക്ഷിക്കാത്ത, രണ്ടിന്റെ ഇടയിൽ ഇതിനൊക്കെ വേണ്ടി എല്ലാം ഉപേക്ഷിക്കാത്ത, ഇതിനൊക്കെ വേണ്ടി ഉൾവലിയാത്ത, നടുക്ക നിന്ന് സ്റ്റാൻഡ് പറഞ്ഞ് നിലപാട് പറയുമ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടാകും. നിലനിൽക്കുന്ന ആളെയാണ് ആവശ്യം. നോക്കൂ നിങ്ങൾ, ഞാനൊരു പണ്ഡിതന്മാര് ഈ വഴിയിൽ നിന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന 7-8 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണങ്ങൾ പറയാം. 1, അൽ ജഹ്ലു ബിദ്ദീൻ, ദീനിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അൽ ജഹ്ലു ദാഉൻ ഖാതിൽ, അറിവില്ലായ്മ എന്ന് പറയുന്നത് കൊന്നുകളയുന്ന രോഗമാണ്. വദവാഉഹു സുആലുൽ ഉലമാ, അറിയുന്നവരോട് കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുക എന്നുള്ളതാ വേണ്ടത്. നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒതുങ്ങുന്നതാണ് ഇസ്ലാം. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു ചങ്ങാതി പറയുന്നത് കേട്ടു, നിങ്ങളെപ്പോലെ ലിംഗാഗ്രം മുതൽ മുഖം വരെ ഞങ്ങൾക്ക് മതമല്ല, നിങ്ങൾക്ക് ലിംഗാഗ്രം മുതൽ മുഖം വരെ മതമുണ്ട് എന്ന് ചർച്ചയിൽ പങ്കെടുത്ത നമ്മുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു. അല്ലേ, ലിംഗാഗ്രം മുതൽ മതം ഉണ്ടാകുമ്പോൾ എന്താ അറിയോ, ആ ലൈംഗികതയെ ഉപയോഗിക്കേണ്ടത് എവിടെയെന്നുള്ളതിന് മതമുണ്ടാകും. അയാളുടെ ഭാര്യയുടെ അപ്പുറത്തേക്ക് അയാൾ പോകൂല. അയാളുടെ മുഖം, ആ മുഖത്ത് അയാൾക്ക് അടയാളമുണ്ടാകും. ആ അടയാളം അയാളെ നിർത്തുന്ന ഒരു ഇടമുണ്ട്, അയാൾക്ക് പോകാൻ പറ്റാത്തതും ഇരിക്കാൻ പറ്റാത്തതുമായ ഇടം. ഇസ്ലാം അതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് കേവലം അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും ദൈവത്തെ പ്രതിഷ്ഠിച്ചിടത്തും എത്തുമ്പോൾ മാത്രമല്ല ഇസ്ലാം ഉള്ളത്. ഇസ്ലാം സമഗ്രമാണ്. നിങ്ങൾ എല്ലായിടത്തും ദീന് കുത്തിക്കയറ്റണമെന്ന് അറിയും ചില ആൾക്കാർ. കുത്തിക്കയറ്റല്ല, അവിടെയൊക്കെ ദീനുണ്ട്. ഒരു വിശ്വാസി ഇടപെടുന്ന എല്ലായിടത്തും ദീനുണ്ട്. അവന് സ്റ്റാഫ് റൂമില്, ഓഫീസ് റൂമില്, വീട്ടില്, ബെഡ്റൂമില് ഒക്കെ വേറെ വേറെ ദീനല്ല, ഒറ്റ ദീനാണ്. ആ ദീൻ പ്രായോഗികമാണ്. ആ ദീൻ മറ്റൊരാൾക്കും ദ്രോഹം ഉണ്ടാക്കണില്ല. ഉണ്ടോ ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു കാര്യം? ഇസ്ലാമിൽ ഒരു ആചാരത്തിന്റെയും പേരിൽ തിരുവനന്തപുരത്തിന്റെ ആകാശത്തെ വായു മലിനമാണെന്ന് വാർത്ത വരൂല. തിരിച്ചു വാർത്ത വന്നിട്ടുണ്ട്. അത് വാർത്തയായി മാറൂല. കാരണം എന്താ? അതിലൊരു മുസ്ലിം എലമെന്റ് ഇല്ല. ഒരു മുസ്ലിം എലമെന്റ് ഇല്ലാത്തതുകൊണ്ട് അത് വാർത്തയാകൂല. അത്രേ ഉള്ളൂ. ഇസ്ലാമിൽ ഒന്നും അത്യാചാരങ്ങൾ ഉണ്ടാവില്ല. ഒരു അത്യാചാരം ഉണ്ടാവില്ല. ഒരാൾക്കും ബുദ്ധിമുട്ടായ ആഘോഷം ഉണ്ടാവില്ല. ഓരോ ആഘോഷത്തിലും അന്യന്റെ വയറ്റിന്റെ വിളിയും വിശപ്പും ഉറപ്പുവരുത്തിയതിന്റെ ശേഷം മാത്രമേ അവൻ ഈദ്ഗാഹിലേക്ക് പോകുള്ളൂ. അവന് അരി കൊണ്ടേ കൊടുത്തതിന്റെ ശേഷം മാത്രമേ അനുഷ്ഠാനങ്ങളിലേക്ക് പോകുള്ളൂ. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പക്ഷെ അതിലൊരു പ്രൗഡ്നെസ് നമുക്കില്ല. വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് അതിന്റെ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ എടുത്തു വെച്ച് പറയാൻ നമുക്ക് പറ്റുന്നില്ല. എങ്ങനെ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പറ്റും? എങ്ങനെ സമൂഹത്തിൽ ആ സമൂഹത്തോട് ചേരേണ്ടതിന് പകരം എങ്ങനെ ആ സമൂഹത്തിൽ പരമാവധി ചേരാതിരിക്കാൻ പറ്റുന്ന ചില ആൾക്കാർ ഗവേഷണം നടത്തുക. പഠിക്കാന്ന് പോലും പറയാം. കിതാബോധം ഓരോ ഓതിയ കിതാബ് നിങ്ങൾക്ക് കിട്ടിയത് എന്താ? ഷെയ്ഖുൽ ഇസ്ലാമിന്റെ അഖീദത്തുൽ വാസിത്തിയ പോലും പഠിക്കും, ഭയങ്കരമായിട്ട് പഠിക്കും. പഠിച്ചിട്ടോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അഖീദന്റെ കിതാബും പഠിച്ച് മൂലക്കിരുന്നതല്ല. അദ്ദേഹം പോരാട്ടത്തിന്റെ അടർക്കളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പൊതു ഇടങ്ങളിൽ അദ്ദേഹം ശക്തമായി സംസാരിച്ചിട്ടുണ്ട്. അഖീദയെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് പ്രശ്നം വന്നപ്പോൾ അതിൽ ഇടപെട്ടിട്ടുണ്ട്. ഒളിച്ചോടല്ല ചെയ്തത്. കൃത്യമായ മെസ്സേജ് കിട്ടേണ്ടവർക്ക് കിട്ടണം. അപ്പോ ഒന്ന് അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ കൊണ്ട് ഖുർആൻ തന്നെ പറഞ്ഞു, വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ, കാഴ്ചയുള്ളവനും അതേപോലെ തന്നെ കാഴ്ചയില്ലാത്തവനും ഒരേപോലെയല്ല. വലദ്ദുലുമാത്തു വലന്നൂർ, ഇരുട്ടും വെളിച്ചം ഒരേപോലെയല്ല. അതുപോലെ തന്നെ ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിയുന്നവരും അറിയാത്തവരും ഒരുപോലെയല്ല. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, ദീനിനെ പഠിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർ വഖാലു ലൗ കുന്നാ നസ്മഉ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബി സഈർ, പരലോകത്ത് 19 മലക്കുകൾ അവരെ പിടിച്ച് നരകത്ത് കിടുമ്പോൾ അവർ പറയും, പടച്ചോനെ പഠിച്ചിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ. ആഴ്ചയിൽ ഒരു മണിക്കൂർ ഖുർആൻ പഠിക്കാനോ നേരം കിട്ടില്ല. ഞാൻ ഈ മിമ്പർമെന്ന് എത്ര തവണ അനൗൺസ് ചെയ്തിട്ടുണ്ട് സഹോദരന്മാരെ. ആഴ്ചയിൽ നമുക്കിവിടെ ഇരുന്ന് ഖുർആൻ പഠിക്കാനൊരു ഇടമുണ്ട്. നല്ല ക്ലാസ് നടക്കുന്നത്, മനോഹരമായ ക്ലാസ്. ആദ്യത്തെ 2-3 ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പോരാൻ തോന്നും. പിന്നെ നിങ്ങൾക്ക് അത് മതിയും തോന്നും. ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം നമുക്ക് വേറൊരാളിലേക്ക് പോകണമെന്നൊക്കെ ചർച്ച ചെയ്ത ദിവസങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇരിക്കണം, നമ്മൾ പഠിക്കണം. നമ്മൾ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമുണ്ട്. ഇതൊന്നും പഠിക്കാനില്ലെങ്കിൽ ഓൺലൈനിൽ ഖുർആൻ പഠിക്കാൻ സൗകര്യമുണ്ട്, ഫിഖ് പഠിക്കാൻ സൗകര്യമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ പഠനത്തിലേക്ക് പലപ്പോഴും വരൂല. നമ്മളെ ചുറ്റുപാടുകളിൽ തന്നെയാണ് ഉണ്ടാകുക. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ അറിവുണ്ടാകുക എന്ന് പറയുന്നത് പടച്ചോൻ തരുന്ന ഒരു അനുഗ്രഹമാണ്. അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദീനിൽ അറിവുണ്ടാവും, അറിവിങ്ങനെ വർദ്ധിക്കുന്നുണ്ടാവും. നമ്മളെ കൊണ്ട് അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇനി നോക്കൂ നിങ്ങൾ, രണ്ടാമത്തെ കാര്യം എന്താ പറയുക? ഇത്തിബാഉൽ ഹവ, വഴിതെറ്റാനുള്ള കാരണം. യഥാർത്ഥ വഴിയിൽ ജീവിച്ച്
മുഅ്മിനായി മരിക്കുന്നതിൽ നിന്നുള്ള രണ്ടാമത്തെ തടസ്സം എന്താ? ഇത്തിബാഉൽ ഹവ. എന്താ? അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹുഹു ഹവ. സ്വന്തം ഇച്ഛയെ പടച്ചോനാക്കിയ ആളെ നീ കണ്ടിട്ടുണ്ടോ? എന്താ കാര്യം? കല്യാണം എങ്ങനെയാകണം, കല്യാണം എങ്ങനെയൊക്കെ ആകണം അവനോട് തീരുമാനിക്കലാണ്. മഞ്ഞ കല്യാണം ഉണ്ടായിക്കോട്ടെ, പച്ച കല്യാണം ഉണ്ടായിക്കോട്ടെ, പല്ലക്ക് ഉണ്ടായിക്കോട്ടെ, കുട്ടിക്കൊരു 20,000 മറ്റേ സംഗതിയൊക്കെ കൂടെ മുഖത്ത് വാരി തേച്ചിട്ട് അന്ന് ലൊഹറുമില്ല അസറുമില്ല ഒന്നുമില്ല, അങ്ങനെ ആയിക്കോട്ടെ. ആ പെൺകുട്ടി എൻ്റെ കല്യാണം നടക്കണോടത്ത് റഹ്മത്തിന്റെ മലക്ക് വരണ്ടോടത്ത് ഇതൊക്കെ എന്താ? മക്കളെ വാശി പിടിക്കും, അല്ലെങ്കിൽ കല്യാണം ഇല്ല എന്ന് പറയും. അപ്പൊ രക്ഷിതാക്കളാണ് സറണ്ടർ ആകും. എന്നിട്ട് മൂപ്പരിങ്ങനെ മാറിക്കും. അവിടെ മുട്ടും പാട്ടൊക്കെ വരുന്നോട് കൂടെ എന്തെങ്കിലും ഈ കുട്ടിയേക്ക് വേണ്ടി പ്രാർത്ഥിക്കണവരൊക്കെ അവിടുന്ന് പോയിട്ടുണ്ടാവും. അത് നമുക്ക് പറ്റിയ സ്ഥലമല്ല. പിന്നെ ആരാ അവിടെ ഉണ്ടാകുക? ഇതൊന്നും ഒരിക്കലും ഓർമ്മയിൽ വരാത്ത ആള്. മൂപ്പർക്ക് ആ മൊമെന്റ് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യണം, അങ്ങനത്തെ ആൾക്കാർ അല്ലേ? അപ്പോ പടച്ചോനെ ഇലാഹാക്കണിന് പകരം സ്വന്തം താല്പര്യങ്ങളെ ഇലാഹാക്കണവരെ നീ കണ്ടില്ലേ എന്നാണ്. വലായ തത്തബിൽ ഹവ, നീ ഇച്ഛകളെ പിൻപറ്റരുത്. ഫയളില്ലു കാൻ സബീലില്ല, അത് നിന്നെ വഴികേടിലേക്ക് എത്തിക്കും എന്നാണ്. ഫഇല്ലം യസ്തജീബു ലക ഫഅലം അന്നമാ യത്തബിഉന ഹവാഅഹും. നബിയേ, നിങ്ങൾ പറയുന്ന സുന്നത്തിലേക്കും വെളിച്ചത്തിലേക്കും വന്നിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, അവർ ഇച്ഛകളെയാണ് പിൻപറ്റുന്നത് എന്ന് ഖുർആൻ പറയാണ്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത്ത്. ഇസ്ലാമിന്റെ പ്രൗഢമായ കാലത്തിന് ശേഷം ഒരു വിഭാഗം വരും. അവരെന്താ? നിസ്കാരം ഒഴിവാക്കും. വത്തബഉ ശഹവാത്ത്, അവർ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കും. ഓരോ കച്ചവടവും ഓരോ വീടുണ്ടാക്കലും ഓരുടെ വണ്ടി വാങ്ങലും അവരുടെ നിസ്കാരവും അവരുടെ നോമ്പും ഒക്കെ അങ്ങനെയാണ്. നിസ്കാരം എങ്ങനെ? ഓന്റെ തോന്നലനുസരിച്ച് നിസ്കരിക്കുക. അങ്ങനെ തന്നെയാണോ നിസ്കരിക്കണ്ടേ? 60 കൊല്ലം ഒരാൾ നിസ്കരിക്കും. ശരിക്കും കേട്ടോളി, 60 കൊല്ലം ഒരാൾ നിസ്കരിക്കും, ഒരു വക്ത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. എന്താ കാര്യം? ആ നിസ്കാരത്തിൽ വിദേഹത്ത് ഉണ്ടായിട്ടല്ല, പ്രവാചകൻ പഠിപ്പിച്ച നിസ്കാരത്തിന്റെ ക്രമം ഉണ്ടായില്ല എന്നാ കാരണം. അവന് മുഅ്മിനായി ജനിച്ചിട്ട് ഇസ്ലാമിലോ നിരക്കുന്ന റസൂലിന്റെ ഹദീസ്, എന്റെ വാക്കല്ല, ഇസ്ലാമിലോ നിരക്കും. പക്ഷേ ഒരു വക്ത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല. കാരണം ഓനെ ഭൂമിന്റെ കച്ചവടം നടക്കുമ്പോൾ അതിന്റെ രേഖയൊക്കെ നേരെ നോക്കും. വണ്ടി വാങ്ങുമ്പോൾ തിരിച്ചു മറിച്ചും വണ്ടിന്റെ അടിയിലൊക്കെ കടന്നു നോക്കും. ഒക്കെ റെഡിയാ. പക്ഷെ ഞാൻ നിസ്കരിക്കണം, നിസ്കാരം ഞാൻ അനുഷ്ഠിക്കണം, നോമ്പ് പടച്ചോൻ പറഞ്ഞ സിലബസിന്റെ പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കൂല. അത് പരിശോധിച്ചാൽ അപ്പം എന്താ? അവിടെ ചില എഡിറ്റിംഗ് ഒക്കെ വേണ്ടി വരും. അതിൽ പലതും മുസ്ലിം സമൂഹത്തിൽ ഭിന്നത ഉള്ളതായിരിക്കും. ശൈത്താൻ ഒരു ഇത് കൊടുക്കുക, ഭിന്നതയെ കുറിച്ച് ഇങ്ങോട്ട് പറയണ്ട. അങ്ങനെയാണെങ്കിൽ മുത്ത് റസൂലുള്ളാഹിക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഭിന്നത പറയണം, ചിരിച്ചു പറയണം, നമ്മൾ തല്ലാതെ പറയണം. നമ്മൾ ഇനി തിരിച്ചു തല്ലാൻ വന്നാലും മുണ്ടാതെക്കണം, നമ്മൾ അടങ്ങി നിന്ന് കൊടുക്കണം. കാരണം അവൻ അറിയില്ല, അവൻ പാവാണ്, അവൻ വികാരത്തിലാണ്. മനസ്സിലായില്ലേ? അവൻ വികാരത്തിലാണ്. ഈ സദസ്സിലേക്കുണ്ട് ഒരു മുതിർന്ന പിന്നെ ജ്യേഷ്ഠ സഹോദരൻ, എനിക്ക് ബഹുമാനൊരു ജ്യേഷ്ഠ സഹോദരനോട് ചോദിച്ചു, ഈ 2 കുത്തുബ വികാരത്തിൽ കൂടി ചോദിച്ചു എന്നോട്. ഭയങ്കര ക്വസ്റ്റ്യനാണ്. നമ്മളെ കറക്റ്റ് റൂട്ടിൽ നയിക്കുന്ന ക്വസ്റ്റ്യനാണത്. എന്താ സംശയം? അപ്പോ ഒരു സംശയമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരിയായി ചിന്തിക്കാൻ നമ്മൾ ഇച്ഛകളെ പൂജിച്ച് നടക്കുന്നവരാണോ എന്ന് നമ്മൾ ആലോചിക്കണം. സലാസുൽ മുഹ്ലിക്കാത്ത്, 3 നശിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഞാനിവിടെ പറഞ്ഞിരുന്നു, ഒന്നെന്താ? ഹവയാണ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇനി നോക്കൂ നിങ്ങൾ, ഇന്നമാ ഹലക മൻ കാന ഖബലകും ബിഇത്തിബാഇ അഹ്വാഇഹിം. മുൻപ് നശിച്ച സമൂഹങ്ങളൊക്കെ നശിക്കാൻ കുറെ കാരണമുണ്ട്. അതിലൊരു കാരണം എന്താ? അവർ ഇച്ഛകൾക്കനുസരിച്ച് പോയതാണ് എന്നാണ്. ഹവ യുഅ്മി വയുസം ഫഇദാ ഗലബൽ ഹവ അലൽ ഖൽബ് അദ്ലം വറഅൽ ബാതിൽ ഹഖൻ വൽ ഹഖ ബാതിലൻ. എന്താ ഷെയ്ഖിന്റെ വാക്ക്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, എന്താ ഇച്ഛ എന്ന് പറയുന്നത്? അത് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ഇല്ലാതാക്കുന്നതാണ്, നിങ്ങളുടെ കേൾവി ഇല്ലാതാക്കുന്നതാണ്. എന്താ അങ്ങനെ പറഞ്ഞ? കണ്ണ് കാണാതാവും, നല്ലതൊന്നും കാണൂല, ഹക്കൊന്നും കേൾക്കൂല. പിന്നെ അവസാനം എന്ത് സംഭവിക്കും? അങ്ങനെ അത് ഇച്ഛകളെ അതിൻ്റെ അതിജീവിക്കുമ്പോൾ ഹൃദയത്തിലെ വെളിച്ചം കെട്ടുപോകും. ഹൃദയത്തിലൊരു ലൈറ്റ് ഉണ്ട്, ആ വെളിച്ചം കെട്ടുപോകും. അപ്പം എന്ത് ചെയ്യുന്നറിയോ? എല്ലാ നിരർത്ഥകതകളെയും സത്യമായിട്ട് തോന്നും, എല്ലാ സത്യങ്ങളും വേണ്ടാത്തതായിട്ട് തോന്നും. അതാ പറയാം, മതങ്ങൾക്ക് കുത്തിക്കയറ്റാണ്, നിങ്ങൾ എല്ലായിടത്തും മതം കുത്തിക്കയറ്റാണ്. എന്താ എത്ര പോകുന്ന കുട്ടികളൊന്നും തട്ടടാതെ എന്നൊന്ന് പോയാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, ശരി തന്നെയല്ലേ, ഇങ്ങനെയൊക്കെ ബലം പിടിക്കണം. പിന്നെ ഒരു ഡയലോഗും കൂടി ഫിറ്റ് ചെയ്ത് തരും, ഇത് ഫാസിസത്തിന്റെ കാലമാണ്, മറക്കണ്ട. എന്താ പഞ്ച് ഡയലോഗ് അറിയൂ? ഈ ഫാസിസം നമ്മളിതിനിങ്ങനെ മുണ്ടാതെന്നാല് അപ്പൊ ഇത് സെറ്റിലായി, ഏക സിവിൽ കോഡല്ല, സെറ്റിലായി. അപ്പൊ അടുത്തെടുക്കും. അപ്പോൾ നമ്മൾ പറയും ഫാഷിസമാണ്, മുണ്ടാതെക്കണ്ട. ഫാഷിസത്തിനുള്ള ഉത്തരം മൗനമല്ല, വിവേകമുള്ള സംഭാഷണമാണ്. എൻ്റെ വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണം. പിടുത്തം കൊടുക്കാത്ത സംഭാഷണമാണ്, വൈജ്ഞാനിക സംവാദമാണ്. അതിനോല് വരൂല. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മര്യാദയ്ക്ക് ഒരു പത്രസമ്മേളനം പോലും നടത്താത്തത്. ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഇത് ഉൾക്കൊണ്ടാൽ കൃത്യ PM ശ്രീയിൽ ഒപ്പിട്ടു കേരളം. എന്താ സംഭവിക്കാൻ പോണ്? വാഷ് ഔട്ട് ചെയ്യപ്പെടാൻ പോവാണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ചതൊക്കെ ഇതൊരു പൊളിറ്റിക്കൽ ടോക്കായി ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇത് വിശ്വാസത്തിന്റെ ബാധ്യത ആയതുകൊണ്ടാണ് പറയണത്. ഈമാനിനെയും വിശ്വാസത്തെയും ബാധിക്കണതാ കയറാൻ പോണത്. രാജ്യത്തിന്റെ ചരിത്രമാണ് മായ്ക്കപ്പെടാൻ പോണത്. ചെറിയ വിഷയമൊന്നുമല്ല. നിലനിൽക്കുന്ന നാട്ടിലെ അതിജീവനത്തിന്റെ പ്രശ്നമാണ് നേരിടാൻ പോണത്. ചിലത് പെട്ടെന്ന് കാണൂല, കുറച്ച് വൈകിയേ കിട്ടുള്ളൂ.
വൈകി കിട്ടുള്ളൂ. വിവരങ്ങൾ അറിയണവരും നേരത്തെ പറയണവരും പറയുമ്പോൾ മൗനമായിരുന്നാൽ നഷ്ടങ്ങളാണ് വരാൻ പോണത്. അതുകൊണ്ട് പോരാട്ടം കടുപ്പിക്കേണ്ട കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താ അറിയും? മൂന്നാമത്തെ കാര്യം, വഴികേടിലേക്ക് എത്തുന്ന മൂന്നാമത്തെ കാര്യം, ഒന്ന് ഞാൻ പറഞ്ഞു, ഒന്നെന്താ? വിവരമില്ലായ്മ. അതറിയില്ല, അപ്പൊ ഇങ്ങനെയൊക്കെ മതിയെന്ന് വിചാരിച്ച് ചെയ്യാം. രണ്ടാമത്തെ എന്താ? ഇച്ഛകൾക്കനുസരിച്ച് പോകുക. അറിയാം, തെറ്റാന്നൊക്കെ അറിയാം, എന്നാലും ഇങ്ങനെ പ്രമാണം നോക്കൂല. ഓരോന്നിലും നോക്കാണ്ട് പ്രമാണം, ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നിലും നോക്കാണ്ട് അത് നോക്കാതെ പോവുക. മൂന്നാമത്തത് തഖ്ലീദുൽ അഅമ, അന്ധമായ അനുകരണത്തിക്ക് പോവുക. എന്താ അങ്ങനെ പറഞ്ഞ? അത് ഓരോരൊക്കെ ചെയ്യണൊക്കെ തന്നെ കാര്യം ശരി, ഞമ്മക്കിപ്പോൾ അറിയില്ലല്ലോ. അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു മനസ്സുണ്ട്. ശരിക്കും ആലോചിക്കുക. മക്കയിലെ മുശ്രിക്കാത് പറ, വൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹ് ഇറക്കിയതിനെ പിൻപറ്റൂ എന്ന് പറഞ്ഞാൽ, ഖാലു ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ, ഞങ്ങളെ മാതാപിതാക്കൾ പിന്നെ എന്തൊക്കെയാണ് ഞങ്ങളെ വാപ്പാന്റെ വാപ്പിയൊക്കെ ചെയ്തത് മതി ഞങ്ങൾക്ക് എന്ന് അവർ പറയും. വഖാലു റബ്ബന ഇന്നാ അതഅനാ സാദതനാ വകുബ്റാഅനാ ഫളലുന സബീൽ. അവസാനം എങ്ങനെ ജീവിച്ച ആളുകൾ പരലോകത്ത് എന്താ പറയാറ്? ഞങ്ങളെ നേതാക്കന്മാരെയും പിന്നെ ഞങ്ങളെ കൂട്ടത്തിലെ വലിയ മുതലാളിമാരെയും കാരണന്മാരെയും ഒക്കെ അംഗീകരിച്ചു പോയി. ഫളലുന സബീൽ, അവരെ ഞങ്ങളെ വഴിതെറ്റിച്ചു. അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്ക്, അവരെ നീ ശപിക്കുക എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഖുർആൻ പറയാണ്, പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. നോക്കൂ നിങ്ങൾ, ഈ അർത്ഥത്തിൽ വലാ തഖ്ഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ, ഖുർആൻ പറഞ്ഞ അസ്ലത, നിനക്ക് വിവരമില്ലാത്ത കാര്യത്തിൽ നീ വർത്താനം പറയാൻ പോകരുത്, നിനക്കറിയാത്ത കാര്യത്തിൽ നീ മിണ്ടാൻ പോകരുത്, പഠിച്ചേ അത്തരം കാര്യങ്ങളെ സമീപിക്കാവൂ എന്നാണ് റസൂൽ പഠിപ്പിച്ചു. ലാ യകുന അഹദുകും ഇമ്മഅ, നിങ്ങളാരും എന്താ അന്ധമായി മൂടുതാങ്ങികളായി മാറുന്ന അവസ്ഥ ഉണ്ടാകരുത്. എന്താ? ഇൻ അഹ്സനന്നാസ് അഹ്സൻതു, ജനങ്ങളൊക്കെ നല്ലത് ചെയ്താൽ ഞാനും നല്ലത് ചെയ്യും. പിന്നെ വൈൻ അസാഉ അസഅതു, ജനങ്ങളൊക്കെ മോശം ചെയ്താൽ ഞാനും ചെയ്യും. ആൾക്കാർ ഇങ്ങനെ പോണീൻ്റെ കൂടെ അങ്ങനെ പോകുന്നല്ലാതെ എനിക്ക് തോന്നും വലാക്കിൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യേണ്ടത് ഇൻ അഹ്സനന്നാസ് അൻ തുഹ്സിനു വഇൻ അസാഉ ഫലാ തുദാലിമു, ഒരിക്കലും നിങ്ങൾ ജനങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് കൃത്യമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. ലൻ തദില്ലു, നിങ്ങൾ വഴിതെറ്റുകയില്ല, നിങ്ങൾ അത് പിൻപറ്റുന്നിടത്തോളം കാലം. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, എന്താ? നിങ്ങളുടെ ഇച്ഛകൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ എൻ്റെ സുന്നത്തിനെ അനുസരിച്ചാകുന്നത് വരെ നിങ്ങളാരും വിശ്വാസിയാകുകയില്ല. കൃത്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗമാണ്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി ആ കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ ഉണ്ടാവുക. അഞ്ചാമത്തെ കാര്യം എന്താ അറിയോ? അഞ്ചാമത്തെ കാര്യം തെറ്റായ ചിന്തകൾ സ്വാധീനിക്കപ്പെടുക. തെറ്റായ ചിന്തകൾ സ്വാധീനിക്കപ്പെടുക. എന്താ? അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൽ ഒരുപാട് ആളുകൾ കേൾക്കുന്ന ഒരു പ്രഭാഷകൻ, ഒരു പുതിയ പ്രഭാഷകനാണ്. അദ്ദേഹത്തിന് ചില പുതിയ വാദങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വാദം എന്താ അറിയോ? അദ്ദേഹത്തിന്റെ വാദം, ഖുറാനിൽ ബലിയില്ല, ഹദീസിൽ ബലിയില്ല. ഖുറാനിലും ഹദീസിലും ബലിയില്ല. ആ ബലി ഇറക്കുന്ന പണം നമ്മൾ എന്ത് ചെയ്താൽ മതി? അങ്ങ് ഫലസ്തീനിലും നോർത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുത്താൽ മതി. കേൾക്കുമ്പോൾ നല്ല സൗന്ദര്യമുള്ളൊരു വാദമാണ്. ഇസ്ലാം സമ്പൂർണ്ണമായൊരു മത. ഇസ്ലാമിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് അള്ളാഹും റസൂലും പറയും. ഇതെന്താ അറിയോ? അതിലേക്ക് കൊടുക്കണം, അത് ചെയ്യണം എന്നുള്ളൊരു തർക്കമല്ല. പക്ഷേ ബലിയായി ഇസ്ലാം പഠിപ്പിച്ചതാണ്. അത് പൂർത്തീകരിക്കപ്പെട്ട മതാണ്. അവിടെ ശരീഅത്തിനെ നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റൂല. ഇങ്ങനെ കുല്ലു ജദീദുൻ ലദീദ്, പുതിയത് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിലേക്ക് പോകുന്ന ഒരു തരം മാനസികാവസ്ഥ. അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോരോ കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങൾ പറയണേക്കുമ്പോൾ ആ വിഷയത്തെ പിന്നെ പഠിക്കാതെ അതിലേക്ക് വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുക. ആറാമത്തെ കാര്യം ദുഅഫസ്സുലത്തുബില്ല, അള്ളാഹുവായിട്ടുള്ള ബന്ധം വളരെ കുറവേക്കാരം. പടച്ചോൻ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ കണ്ണ് നനഞ്ഞൊന്ന് പറയണ സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് വഴികേടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം ധാരാളം കാര്യങ്ങൾ ഒരു വ്യക്തി വഴികേടുകളിലേക്ക് എത്താനുള്ള കാരണങ്ങളാണ്. ആ കാരണങ്ങളെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവ്വ സംരക്ഷകനായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാടിൽ മതേതരത്വം എന്ന ആശയം നിലനിൽക്കുന്ന നാടാണ്. യൂറോപ്പിൻ്റെ മതേതരത്വവും നമ്മുടെ മതേതരത്വവും തമ്മിലുള്ള വ്യത്യാസം, നമ്മുടെ മതേതരത്വം ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം ഉൾക്കൊള്ളാം എന്നുള്ളതാണ്. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവനാമത്തിലും ദൃഢപ്രതിജ്ഞ രണ്ടുമുണ്ട്. അവിടം തൊട്ട് തുടങ്ങുന്നതാണ് നമ്മുടെ രാജ്യത്തെ മതേതരത്വവും തമ്മിലുള്ള വ്യത്യാസം. ഓരോരുത്തർക്ക് അവരുടെ മതം ആചരിക്കാം, അത് അവരുടെ പേഴ്സണൽ സ്പേസിൽ ആചരിക്കാം, അല്ലേ? അതുകൊണ്ടാണ് ശനിയാഴ്ച ഒന്നും പാടില്ല, ആരാധനയിൽ മാത്രം കഴിയണം എന്ന് വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹമുണ്ട്. ന്യൂനപക്ഷം 0.0 അങ്ങനെ പോണ അത്രയും ന്യൂനപക്ഷമാണ്. ഇത് 1 പോലും എണ്ണാൻ കഴിയാത്ത, പോപ്പുലേഷൻ്റെ 1% പോലും എണ്ണാൻ കഴിയാത്ത, 0 പോലും എണ്ണാൻ കഴിയാത്ത, അതിൻ്റെയും താഴെയുള്ള ആളുകൾ അവരിൽപ്പെട്ട ഒരു രക്ഷിതാവ് സ്വന്തം കുട്ടികളെ ശനിയാഴ്ച പരീക്ഷ എഴുതിക്കൂല എന്ന് വാശി പിടിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് കോടതി പോകേണ്ടി വന്നു. സുപ്രീം കോടതി പറഞ്ഞാൽ എന്താ അറിയോ? അത് അവരുടെ വിശ്വാസമാണ്, അതുകൊണ്ട് അവർക്ക് പരീക്ഷ എഴുതാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. എന്താ സർക്കാർ ചെയ്തത്? പകലിൽ കുട്ടികൾ എഴുതിയ പരീക്ഷ ആ സമയത്ത് ഈ കുട്ടികളെ റൂമിൽ
ലോക്ക് ചെയ്തിട്ടു, അടച്ചിട്ടു. അവർക്ക് ചോദ്യപേപ്പർ കിട്ടാത്ത അന്തരീക്ഷം ഒരുക്കി. എന്നിട്ട് അവരുടെ ഈ പ്രാർത്ഥനാ സമയം കഴിയുമ്പോൾ അവർക്ക് പേന എടുക്കാവുന്ന സമയം എത്തുമ്പോൾ അവർക്ക് ഇൻവിജിലേറ്റർ വെച്ചിട്ട് പേന പരീക്ഷണം. അതാണ് ഈ രാജ്യം. അത്ര മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രാജ്യമാണ്. ഇന്ന് എന്തെങ്കിലും ഒരു വിവാദം വരിക, ഒരു മറ കെട്ടിയ പ്രശ്നം, ഈ ഇതുണ്ടല്ലോ പള്ളിയിലെ ഈ തട്ട് പ്രശ്നം, നിങ്ങൾക്കറിയോ ഇത് പ്രശ്നം, ഇതിന്റെ പേരിൽ ഇവിടെ വിവാദം ഉണ്ടായി. ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിന്റെ പരിസരത്ത് നമ്മുടെ കുട്ടികൾ, ബിസിനസ് സ്റ്റുഡൻസിന്റെ പ്രവർത്തകർ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ആണിനും പെണ്ണിനും ഒരു ചെറിയൊരു മറ വെച്ചത് ഭയങ്കര കുതൂഹലല്ലേ. എന്തെല്ലാം വിവാദം അവിടെ ഉണ്ടായത്. നമ്മൾ വളരെ സ്റ്റേണായിട്ട് വൈജ്ഞാനികമായിട്ട് നിന്നു. ചർച്ചയ്ക്ക് റെഡിയാണെന്ന് പറഞ്ഞു. ചാനലുകൾ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ചർച്ചയ്ക്ക് റെഡിയാണ്, ചർച്ച വെച്ചോളി വരാന്ന് പറഞ്ഞു. കാരണം ഇതിന്റെ പിന്നിൽ, മറക്ക് പിന്നിൽ ഒളിക്കണ വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ പുതിയ കാലത്ത് ഈ വിഷയത്തെ നമ്മൾ വൈജ്ഞാനികമായി അഭിമുഖീകരിക്കണം. കാരണം ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഇത് അംഗീകരിക്കണവരാ. ഇവിടുത്തെ ഫാഷിസം അവർക്ക് പിന്നെ എന്താ, ഉത്തരേന്ത്യയിലാണെങ്കിൽ എന്താ ഒരു പള്ളി, ആ പള്ളിൻ്റെതായ ശിവലിംഗം ഉണ്ടെന്ന് അറിയും, നേരെ കോർട്ട് പോകും, അത് പര്യവേഷണം നടത്താനുള്ള പേപ്പർ വാങ്ങും, പള്ളി ഖലാസ്. നമ്മളെ നാട്ടിലേ പറ്റൂല. അപ്പൊ മുസ്ലിം വിശ്വാസങ്ങൾ ഓരോന്ന് എടുക്കുക, അതിൽ കുതൂഹലം ഉണ്ടാക്കുക. അവിടെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നത് പ്രശ്നം, അവരെ തെറി വിളിക്കുന്നത് പ്രശ്നം. നമ്മൾ വളരെ വൈജ്ഞാനികമായിട്ട് ഇതിൻ്റെ ഓരോ ഡാറ്റകളും സമൂഹത്തിൽ കൊടുക്കുക എന്നുള്ള ചെയ്യേണ്ടത്. ഞാൻ ഖുതുബി തന്നെ ഞങ്ങളോട് പറയണേ, ഡയലോഗ് എന്നുള്ളൊരു സീരീസ് കഴിഞ്ഞ 5 വർഷം മുമ്പ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു വർഷത്തിൽ 2-3 നടക്കുക. അതിപ്പോൾ 11ാമത്തേതിലേക്ക് പോവുകയാണ്. നാളെ 4 മണിക്ക് അരീക്കോട് വെച്ചത് നടക്കുക. നമ്മൾ എടുക്കുന്ന വിഷയം ഇതാണ്. ഇത്തരം ചില വിഷയങ്ങൾ 5 മണിക്കൂറിൻ്റെ ഒരു കൃത്യമായ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് പരമാവധി ആളുകളിലേക്ക് എത്തണം. നിങ്ങളൊക്കെ അത് വീക്ഷിക്കണം. അവിടെ പോയി വീക്ഷിക്കാൻ പറ്റുന്നവർ വീക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മളെ പള്ളിയുടെ ഗ്രൂപ്പിൽ എൻ്റെ ലിങ്ക് വരും. പൂർണ്ണമായിട്ട് പരിപാടി കേൾക്കണം. അത് ഒരിക്കലും മൊത്തം സമൂഹത്തിൻ്റെ ആണ്. നമ്മുടെ ഒരു ബാലൻസിങ് ഉണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ. എന്താ, അത് മതലയനമല്ല, അത് മനുഷ്യ സൗഹാർദ്ദമാണ്. നിങ്ങളെ വിശ്വാസം ഞാനും എൻ്റെ വിശ്വാസങ്ങളും എടുക്കണം. ഒരു ഹിന്ദുവിൻ്റെ വിശ്വാസം മുസ്ലിമും, മുസ്ലിമിൻ്റെ വിശ്വാസം ഹിന്ദു എടുക്കണമല്ല. രണ്ടു കൂട്ടർ അവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ചിരിക്കാനും ചേരാനും ഒത്തുകൂടാനും പറ്റും. അതാണ് നമ്മൾ ഉൾക്കൊണ്ട നിലപാട്. ആ നിലപാടിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ്, അത് നിലനിർത്താനുള്ള പരിശ്രമമാണ്. ആ ഒരു പ്രോഗ്രാമിന് എല്ലാവരും സാക്ഷി, മക്കളെയും കുട്ടികളും എല്ലാവരും കേൾപ്പിക്കുക. അപ്പോഴേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അറിയോ? അവർ പഠിക്കുന്ന ഒരു സ്കൂളിലും ക്യാമ്പസിലൊക്കെ അവരായി നിൽക്കാൻ പറ്റുള്ളൂ. അവർക്ക് അവരുടെ നിലപാട് പറയാൻ പറ്റുള്ളൂ. ആ നിലപാട് കറക്റ്റ് പറഞ്ഞാൽ പിന്നെ ആരും ഉണ്ടൂല. കാരണം അത് ഭരണഘടന പരിരക്ഷ കൊടുക്കുന്ന കാര്യമാണ്. എണ്ണമറ്റ കോടതി വിധികളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ കുഴിച്ചു മൂടുന്ന പുതിയ കാലത്ത് നമ്മൾ കൂടുതൽ സജ്ജമായി പഠിച്ച് കാര്യങ്ങൾ ഏറ്റെടുത്ത് കൂടുതൽ എന്താ പറയുക, പിന്നെ പതിഞ്ഞ സ്വരത്തിൽ, കൂടുതൽ സ്നേഹ സംഭാഷണത്തിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ മുഅ്മിനുകളിൽ, മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖിനെ പടച്ച റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, اللهم انصر المجاهدين بغزة يا رب العالمين، اللهم انصر المجاهدين بغزة يا رب العالمين. آمين آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين، وصلى الله عليه وسلم.